ആരും ഒരിക്കലും കാണാത്തൊരു കാഴ്ചയാണ്. ഇതുവരെ കാണാത്ത നമ്മുടെ വീട്ടിലുണ്ടായ കുഞ്ഞു വാവയാണ് കേട്ടോ ഇത്. എന്നാടാ മുട്ടനാടാ ഇവൻ മുട്ടൻ കുഞ്ഞാ. അവൻ ഇന്നാളുണ്ടായി വന്നേ ഉള്ളൂ. ആ നിൽക്കുന്നതിൻ്റെ പേട്ടക്കുഞ്ഞ് എൻ്റെ പൊണ്ണോ തുന്തരനും തുന്തരിയാ. തവിട്ട് കളറിലൊരു കുഞ്ഞാ നമ്മുടെ കുഞ്ഞ്. കാല് മാത്രമേ ഉള്ളൂ ബ്ലാക്ക്, ബാക്കി മൊത്തം തവിട്ട് കളറാ. ജിംബൂമ്പ പോലെ ഇരിക്കണേ ജിംബൂമ്പ. ഇതാരിട് ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. നിങ്ങളെ ഞാൻ കാണിച്ചു തരാത്തൊരു കാഴ്ച കാണിച്ചു തരട്ടെ. ഈ വീട്ടിൽ ആരും ഒരിക്കലും കാണാത്തൊരു കാഴ്ചയാണ്. ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണ്. അതിനെ വിട്ടടാ, അത് ഞാൻ കാണിച്ചു തരട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ചേട്ടൻ ഇന്ന് വീട്ടിലില്ല, അതുകൊണ്ട് തന്നെ സകല ജോലികളും എൻ്റെ ചുമതലയായിട്ടുണ്ട്. അതിപ്പോൾ അങ്ങനെയാണല്ലോ, ചേട്ടനില്ലാത്തപ്പം നമ്മൾ ജോലി ചെയ്യണം അല്ലേ. ഇത് നമ്മുടെ വീടിൻ്റെ പുറത്തുള്ളൊരു ബാത്റൂമാണ് കേട്ടോ. ടോയ്ലറ്റ് സാധാരണ ഇന്ത്യൻ ക്ലോസറ്റ് വെച്ച ഒരു ബാത്റൂമാണിത്. ഇത് യൂസ് ചെയ്യുന്നില്ല. ഇവിടെയാണ് തീറ്റകളൊക്കെ ഇരിക്കുന്നത്. ഇത് നമ്മൾ ആടിന് കൊടുക്കണ തവിടാണ് കേട്ടോ. വേണമെങ്കിൽ കുഞ്ഞു കോഴികൾക്ക് വേണമെങ്കിൽ ഇത് ഇച്ചിരി ഒന്ന് കുഴച്ച് കൊടുക്കാം. പിന്നെ ഇതാണ്, ഈ ഒരു ചാക്കിലാണ്. ഇതാണ് കോഴിക്ക് കൊടുക്കുന്ന, അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രോവർ, പെട്ടെന്ന് അവർ വളരാൻ വേണ്ടി കൊടുക്കുന്ന കോഴിത്തീറ്റയാണത്. പിന്നെ ഇതാണ് നമ്മൾ ലെയർ, വലിയ കോഴി മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്ന മുട്ടക്കോഴി തീറ്റയാണ് അത് കേട്ടോ. അപ്പോൾ നമുക്കതും അപ്പോൾ നമ്മൾ കോഴിക്ക് തീറ്റ കൊടുക്കാനായിട്ട് നമ്മൾ രണ്ട് കപ്പം വാരിയിടാം. 2 കപ്പിടാം. 2 കപ്പ്. പിന്നെ നമുക്ക് ഇത് പ്ലാവലയാണ്. പ്ലാവല ഉണങ്ങി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു കത്തിയാണ് കേട്ടോ. എൻ്റെ പിടി വിട്ടുപോയി, പിടിയൊക്കെ ഇടിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇനി ഇത്ര വേണ്ടടാ, പകുതി അങ്ങോട്ട് ഇടാം. ബാക്കി ഇത് ഗ്രോവർ ലെയർ എടുക്കുക. അങ്ങോട്ടിടാം, പുറത്തോട്ടിടാം. ഇനി അതെടുക്കുക, ലെയർ എടുക്കുക. ബക്കറ്റ് ഫുള്ളായിട്ട് ലെയർ എടുക്കേ. നമ്മൾ 50 കിലോയുടെ ചാക്കാണ് കേട്ടോ വാങ്ങി വയ്ക്കുന്നത്. എല്ലാം തന്നെ നമ്മൾ തവിടാണെങ്കിലും ലെയർ ആണെങ്കിലും ഗ്രോവർ ആണെങ്കിലൊക്കെ ഇച്ചിരി എടുക്കണം. ആ പാത്രം നിറച്ചെടുക്കാം, ബക്കറ്റ് നിറച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മളെടുക്കുന്നത് ലെയറാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ബക്കറ്റ് കോഴികൾക്ക് കൊടുത്തു, പക്ഷെ അതൊന്നും ആയിട്ടില്ല. അവർക്ക് നല്ല വിശപ്പുള്ളവരല്ല. ഇച്ചോടെ എടുത്തോ, നല്ല വിശപ്പുള്ള കുഞ്ഞുങ്ങളാണ്. മതി. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കയറ്റി വെച്ചിരിക്കുന്നത് ഈ ഒരു മുറിയിലാണ്. ഇവിടെ ആണെങ്കിൽ അവിടെ ഒരു ബൾബുണ്ട്, ഇറങ്ങ. പിന്നെതാ ഇവിടെ ഒരു ബൾബുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ഇങ്ങനെ ഒരു ഡോറേ ഉള്ളേ. അത് വയ്ക്കുമ്പോൾ തുറന്നാൽ പോരും. അപ്പോൾ നമുക്ക്, ഞാനാണെങ്കിൽ ആടിനെ ഉണക്കാല കൊടുത്തു, അത് തിന്നിട്ട് അതിന് ആദ്യം കുടിക്കാൻ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് പെട്ടെന്നൊരു അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ട വന്നതാണേ. പിന്നെ ബാക്കി നമ്മൾ തന്നെ ചെയ്യണമല്ലോ. പിന്നെ അതുകൊണ്ടാണ്. പാട്ടും കുഞ്ഞുങ്ങൾക്ക് ഉണക്കല കൊടുത്തെല്ലാം ചാടിച്ചിട്ടാണൊക്കെ പെണ്ണുങ്ങൾ. അപ്പോൾ അവർ തിന്നിട്ട് ചാടുക. ഇതിന് വാരിപ്പറക്കി അങ്ങോട്ട് തന്നെ ഇടണം, കളയാൻ പറ്റൂല. എൻ്റെ പൊന്നു മക്കളെ, ചേട്ടൻ പുല്ല് വെട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നേ. പുല്ല് വെട്ടാനായിട്ട് പോവാൻ തുടങ്ങിയപ്പോഴാണ് ചേട്ടൻ അർജൻറ്റായിട്ട് പോകേണ്ട വന്നത്. അങ്ങനെ പോയതാണ് ചേട്ടൻ. അപ്പോൾ ചേട്ടൻ എന്നോട് ചോദിച്ചു, ആടിന് തീറ്റയൊക്കെ കൊടുത്തോളൂ, കോഴിക്ക് തീറ്റയൊക്കെ കൊടുത്തോളൂല്ലേ. എനിക്കിതൊന്നും ശീലമല്ലോ. പിന്നെ ശീലമില്ലെങ്കിൽ എന്താ, നമ്മളിതൊക്കെ ചെയ്യണം. നമ്മുടെ വീട്ടിലെ പണി നമ്മളല്ലേ ചെയ്യണ്ടേ. അപ്പോൾ എടാ, നീ എന്തുവാ ഈ കാണിക്കുന്നേ? ഈ ബേസണിലേക്ക് ഇടാ. അയ്യോടാ, ആദ്യം കൊടുത്തത് തുള്ളി പോലും ഇല്ല. ഒരു കാൽഭാഗിടാ, അതിനപ്പുറത്തിടാ, അപ്പുറത്തിടാ. വാ ഓടി വാ. എടാ, ഒരു ബേസൺ പൊക്കിക്ക്. ആ പെടകളോട് ഈ ബേസണിൽ തിന്നാൻ പറ. ഒരു ബേസൺ പൊക്കിയിട്ട് താറാവിന് വെച്ച് കൊടുക്കുക. ആ ബേസണെങ്കിൽ പൊക്കാ. നിങ്ങൾ പാവങ്ങൾ. എടാ, വെള്ളം ഇല്ല കേട്ടോ, വെള്ളം ഒഴിച്ചു കൊടുക്കണം. അവരെ മുമ്പിൽ കൊടുക്കാം. എന്നാൽ താറാമേ തിന്നോ താറാമേ, വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഇവിടെ ഉണ്ട്. നമ്മൾ ആ പുറത്തുള്ള ആ ഒരു ബാത്റൂം ഉണ്ടല്ലോ ഈ കാണുന്നേ, അതിനകത്തൊരു പൈപ്പുണ്ട്. ആ പൈപ്പിൽ നിന്ന് ചേട്ടൻ ഇങ്ങോട്ട് ഹോസ് കണക്ഷൻ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ഡ്രം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഐസ്ക്രീം ബോട്ടിൽ കൊണ്ടുള്ള ഉപയോഗം കണ്ടോ. ഈ ഐസ്ക്രീം ബോട്ടിൽ ഇങ്ങനെ വെള്ളം എടുക്കുക, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ആടാ അതിലെടുത്ത് എന്തിനാടാ? അത് ഉണങ്ങിയിരിക്കണ്ടായിരുന്നു ആ പാത്രം. ആണോ? ആ കൂട്ടി കിടക്കണം. പെടയ്ക്ക് വെള്ളം ഉണ്ടോ നോക്കണേ, ദാഹിച്ച് കിടക്കുമായിരിക്കും. എടാ ചെല്ലപ്പാ ആ കൂട്ടി കിടക്കണം, പെടയ്ക്ക് ഇച്ചിരി ഒഴിക്കുക. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കണേ. തീറ്റ നീയല്ലേ കൊണ്ട് കൊടുത്തേ? ഇത് നിങ്ങൾക്ക് ഞാൻ കൊടുക്കാൻ പറഞ്ഞില്ലായിരുന്നോ? ഇത് നിങ്ങൾക്ക് ആ ഇച്ചോടെ കൊടുക്കുക. സന്ധ്യ ആയില്ല, അവരും തിന്നട്ടെ. ഗിനിക്കോഴിയും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. കണ്ണറിയാൻ മേലാത്ത കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വെള്ളം കൊടുക്കാം. ആദ്യം കൊണ്ടുപോയി വെള്ളം 2 കൂട്ടർക്ക് ഒഴിച്ചു കൊടുക്കേ. എന്നാ താറാമേ മാറി നിൽക്കണം മക്കളെ. അയ്യോ ഇന്നത്തെ ഇടണ്ട. വാരിക്കൊണ്ട് പോവേ. അയ്യോടാ മമ്മി എന്നത്തിനാ നിൽക്കണേന്ന് അവൻ ചോദിച്ചേട്ടല്ലേ. പോയി എടുത്തോണ്ട് പോടാ, പിള്ളേർ പണികളൊക്കെ ചെയ്യട്ടെ. മമ്മി എന്നത്തിനാ നിൽക്കണേന്ന് ചോദിക്കണേട്ടില്ലേ. എടാ അത് കൊടുക്കാൻ അറിയാവോ? ഇല്ലെങ്കിൽ ആ ഡിഷിന് വല്ലതും കൊടുത്താൽ മതി, ഒഴിച്ചിട്ടാൽ മതി, അവർ കുടിച്ചോളും. പിടിപ്പിക്കാൻ അറിയാവോടാ? തമ്പുരാൻ അറിയാം ഈ ചെറുക്കൻ അറിയാവോന്ന്. അറിയാവോടാ? നോക്കട്ടെ. എനിക്കറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അവനാണ് പപ്പയുടെ കൂടെ നിന്ന് പണികളൊക്കെ നോക്കണം. എന്തിനാടാ അറിയില്ലാത്ത പണിക്ക് പോയാ? എവിടെ? അടിയിലല്ല കയറ്, മോളി കയറൊന്നുമില്ലല്ലോ. അത് 2 ഓട്ടയിലേക്ക് വിരളങ്ങ് കടത്ത്, എന്നിട്ടങ്ങ് തിരിക്കുക. ആ എന്തിനാടാ? അതിലുള്ള ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നല്ലോടാ. വെള്ളം ഒഴിക്കണി, ഞാനിവിടെ കയറി വരാം. എന്നാ ആ ലോക്കായി തോന്നും. വെള്ളം ഉണ്ടോ അവനെ? ഗിനിക്കുഞ്ഞെന്തിയാ? ഗിനിക്കുഞ്ഞ് എന്നെ കണ്ട പടി പോയി ചൂട്ടിൻ്റെ പുറകെ പോയി വിളിച്ച്. ഇണങ്ങത്തില്ല അവള്. തീറ്റ ഉണ്ടോ? എന്നാടി കളിപ്പെണ്ണേ, ഇവിടെയൊക്കെ സൂക്ഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ സിമെൻറ്റ് തറ ആയതുകൊണ്ട് തെന്നി തെറിച്ച് താഴെ കിടക്കും. ലാൻസ് ഗ്രോവർ എടുക്കാൻ പോയി. ഈ പിള്ളേർക്ക് ഇച്ചിരി വെള്ളം കൂടെ കൊടുത്തിട്ട് വേണം എനിക്ക് പോവാൻ. തീറ്റ തിന്ന് കഴിയുമ്പോൾ ഇടാരിടേ, ഇത് പുതിയ ചുട്ടുപണിയാണല്ലോ നിൽക്കണത്. നമ്മൾ തീറ്റയൊക്കെ തിന്ന് തുടങ്ങിയോ? തെവിയൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയിൽ. ഒരു തെവി എനിക്ക് തന്നേക്കാ പോണേ. എൻ്റെ പൊണ്ണാ എന്നാടാ മുട്ടനാടാ ഇവൻ. മുട്ടൻ കുഞ്ഞാ, അവൻ ഇന്നാളുണ്ടായി വന്നേ ഉള്ളൂ. ആ നിൽക്കണ എൻ്റെ വെട്ടക്കുഞ്ഞ്. എൻ്റെ പൊണ്ണോ തുന്തരനും തുന്തരിയാ. തവിട്ട് കളറിലൊരു കുഞ്ഞാ നമ്മുടെ കുഞ്ഞ്. കാല് മാത്രമേ ഉള്ളൂ ബ്ലാക്ക്, ബാക്കി മൊത്തം തവിട്ട് കളറാ. ജിമ്പൂമ്പ പോലെ ഇരിക്കണേ, ജിമ്പൂമ്പ. ഇതാരിടേ? അമ്മിയുടെ ഷുട്ടാപ്പിയാണോ ഇട? താഴെ വീയല്ലേ? ഓ കഷ്ടപ്പെട്ടു. പെണ്ണുങ്ങളെ വയറ് നിറഞ്ഞോ? ഇച്ചിരിയോടെ വേണോ? അമ്മ മോക്കടെ പാത്രത്തിൽ നിന്നാണല്ലോ പോയി തലയിട്ട് തിന്നണേ. ഇവളുടെ മകളാണ് ഇവള്, ഇവളുടെ പുത്രിയാണ് ഇവള്, ഇവളുടെ പുത്രിയാണ് ഇവളും. ആദ്യത്തെ പ്രസവത്തിൽ ഇവള്, 2ാമത്തെ പ്രസവത്തിൽ അവക്കും കൊണ്ട് കൊടുക്കിച്ചിരേ. അവൾക്ക് ഗ്രോവർ കൊടുത്താൽ മതി. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവന്നേ ഉണ്ടായിരുന്നെങ്കിൽ അതിരിച്ചിരാൻ കൊടുത്താൽ പോരായിരുന്നോ? വെള്ളം ഉണ്ടായിരുന്നോ പെടയ്ക്കാ? ആ പൊണ്ണോ എൻ്റെ ഷുട്ടാപ്പി പെണ്ണുങ്ങൾക്ക് ഇത്തിരി ഇല കൊടുക്കട്ടെ. വീട്ടിലുണ്ടായ നമ്മുടെ വീട്ടിലുണ്ടായ കുഞ്ഞു വാവയാണ് കേട്ടോ ഇത്. നമ്മുടെ കുഞ്ഞു വാവ. അയ്യോടാ പിടിക്കണ്ട. നെറുകം തലയിലൊന്നും തൊടണ്ടേ. പൂവനാലേടാ? ആലുള്ള പോകാത്ത വേട.
ഓ തുത്തൊന്നുമില്ല. ഒരു പപ്പ എടുത്ത പ്രസവമാ. പപ്പ പ്രസവം എടുത്തതാ ഇതിനെ. മുട്ടയ്ക്ക ഒരു മുട്ട കിട്ടി, ചുണ്ട് വെളി വന്ന് കീന്ന് കരഞ്ഞപ്പോൾ ഞാൻ ആ മുട്ട എടുത്ത് പപ്പയുടെ കൈ കൊടുത്തു. പപ്പയാണെങ്കിൽ പതുക്കെ തോട് പൊളിച്ച് കുഞ്ഞിനെ മക്കളുടെ അടിയിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു. എൻ്റെ പൊന്നോ, അങ്ങനെ ഉണ്ടായ മുട്ട നമ്മുടെ വീട്ടിലുണ്ടായ കുഞ്ഞാമാരൊക്കെ തീറ്റ വന്നു തുടങ്ങി. ഈ കുഞ്ഞാവയ്ക്ക് തന്നെ ഒരു എന്നാ കുഞ്ഞാവേ, എന്നെ കകര കുഞ്ഞാവേ. താഴെ വിടല്ലേ, കയറ്റിവിടാം, തണുപ്പൊന്നും അടുപ്പിക്കല്ലേ. അവള് കൊത്തിയില്ലേടാ നിന്നെ? കട കൊത്തിയില്ലേടാ? ഇല്ലേ? തീറ്റയൊക്കെ കിട്ടി, വിശപ്പൊക്കെ തീർന്നവർ പോയി ഇതാ വിശ്രമിക്കുന്നു. ഇതാ കാരാക്കുഞ്ഞുങ്ങളൊക്കെ പോയി വിശ്രമിക്കുന്നു. പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ പോയി നിന്ന് തിന്നുന്നു. കുഞ്ഞു പിള്ളേരല്ല, വലിയ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെയാ. തിന്നുന്നു, വെള്ളം കുടിക്കുന്നു. ഓ അതിൻ്റെ ഇടയ്ക്കതേ എന്തോന്നടാ ഇത്? അടുത്തത് എടാ വിടടാ. എന്തുവാടാ? വെള്ളം പോയി എടുത്തോണ്ട് പോവാ. പേടാനെ പിടിച്ചിട്ട് മുട്ട കണ്ടോ നോക്കിയായിരുന്നടാ? വെള്ളം കൊണ്ട് കൊടുക്കടാ, ദാഹിച്ചിരിക്കുമായിരിക്കും. വേണ്ട, ഇതെന്തോന്നിത്? പൂവൻ പെടാനെ കൊത്താൻ ചെന്ന് പെട തിരിച്ചു കൊത്തി വിട്ട്. വല്ല കാര്യമുണ്ടോ? ചുണ്ടിലാക്കണ്ണൻ തന്നെ മറ്റവനോട് പറയണേ. ഇവനാണ് ചുണ്ടിലാക്കണ്ണൻ. അവനെ ചുണ്ട് മുറിച്ചാണ് അവനെ കിട്ടുന്നത്. ചുണ്ടിലാക്കണ്ണൻ പോണോക്കിക്കേ. ചെറുതായിട്ടൊരു കൊത്താനുള്ള ടെൻഡൻസിയൊക്കെ ഉണ്ട് നമ്മുടെ ചുണ്ടിലാക്കണ്ണന്. കുറേ പേരൊക്കെ അവിടെ കയറിയിരുന്നു. തീറ്റ മൊത്തം തിന്നു പിള്ളേരെ. വിശന്ന് ആരും കിടക്കണ്ട, വയറ് നിറച്ച് ആഹാരം കഴിച്ച് കിടന്നാൽ മതി കേട്ടോ. എല്ലാവരും തിന്നാ. വിശപ്പ് മാറുമ്പോൾ പോയി വിശ്രമിക്കുക. പിന്നെ വിശക്കുമ്പോൾ വീണ്ടും വന്ന് കിടന്ന് തിന്നാ. അല്ല പിന്നെ ഇവിടെ ഇല്ലയെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ തീറ്റയൊക്കെ തരും അല്ലേ? ദീപക് സ്ട്രീംസിൽ എല്ലാവരോടും കൂടെ കൂടിയാണ് പറഞ്ഞത്. ഈ പെട്ടക്കുഞ്ഞിന് വേണ്ട തീറ്റയെന്നോ, മുട്ടക്കുഞ്ഞ് മാത്രമേ തിന്നുള്ളൂ. എന്നാണ് ഈ ചുണ്ടരിയേ, നീ വെള്ളം കുടിച്ചു വാങ്ങിയില്ലല്ലോ. അപ്പോൾ അപ്പം കുടിച്ചല്ലേ ഉള്ളൂ. എന്നാടാ പൊട്ട് വിട്ടരാവേ. കഷ്ടപ്പെട്ട ഇല കിടക്കണം ഉള്ള തൊട്ടിക്കകത്ത് കയറി നിന്ന്. എടി സ്വന്തം പാത്രത്തിൽ നിന്ന് തിന്നടി. അവിടെ നിങ്ങ പാത്രത്തിൽ വന്ന് തിന്നാതടി. ദേ നിനക്കവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഡി. ചെല്ലേ, ഇത് കൊള്ളാലോ. ദേ തിന്ന ഇതൊക്കെ. ആര് കയറി നിൽക്കുന്നു? ചുണ്ടരി പെണ്ണേ, ഞാൻ ഉമ്മ കൊടുത്ത് വളർത്തണ പിള്ളേരാ. അവരെ വെള്ളം കുടിക്കാൻ പോണവരാ. അവർക്ക് ചേച്ചിമാർ വെള്ളം കുടിക്കണോണ്ട് അവർക്ക് പേടിയാണ്. കൽകത്തിൻ്റെ പുറകിൽ പോയി നിൽക്കുക. കൽകം കൊത്തും എല്ലാവരെയും. കൽകത്തിന് പേടിയാണ്. നമ്മുടെ താറാമാനാണ്. താറാമ പൂവന്മാരെ ഓടിച്ചിട്ട് കൊത്തും. താറാമ ഒരു പൂവനാ, പൂവൻ താറാവാ. ഗ്ലൂക്കോസ് വെള്ളം കയറി നിൽക്കണുണ്ടോ? ഞാൻ ഗ്ലൂക്കോസ് വെള്ളം കൊടുത്ത് വളർത്തിയെടുത്ത എൻ്റെ കുഞ്ഞാ അത്. ഇവൻ ക്ഷീണിച്ച് കിടന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ തൊട്ട് അന്ന് മുതൽ ഞാൻ ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കണം അവന്. പക്ഷെ നമ്മളോട് സ്നേഹമൊന്നുമില്ല, പിടിപ്പിക്കുകയൊന്നുമില്ല. അല്ലേലുവേ ഈ കഴുത്തേ പപ്പില്ലാത്ത കോഴികൾക്ക് നമ്മളോട് പേഴ്സണലായിട്ട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. എന്താ കാര്യം എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താ കാര്യം എന്നറിയില്ല. അപ്പം ഇനിയിപ്പോൾ ചേട്ടൻ രാത്രി ആവുമായിരിക്കും വരാനായിട്ട്. എടാ ഓടിക്കല്ലേടാ. ഇതിന് ഓർമ്മ, ഇവന് അവ മോളിൽ കയറിയതാ. നീ ആരെയും പിടിക്കല്ലേ, അവരെ തിന്ന് വിശ്രമിക്കട്ടെ. മാറ ഗിനിക്കോഴി ഓടി വന്നോണ്ടോ? അതിൻ്റെ ഒച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എടാ കുഞ്ഞ് തിന്നുവാടാ, തിന്നണോരെ ശല്യം ചെയ്യില്ലേടാ. എപ്പോഴും വഴക്ക് കേൾക്കണ ഈ ഒരു കാര്യത്തില്ല. ആഹാരം കഴിക്കുമ്പോൾ കോഴിയാണേലും താറാവിനാണേലും ഇപ്പോൾ പിടിക്കാൻ നോക്ക്, ശല്യം ചെയ്യും. ഇപ്പോൾ ആട്ടുകുഞ്ഞിനെ പോയി ശല്യം ചെയ്യാൻ പോയേക്കുക. അങ്ങനെ നമ്മൾ കൊടുത്താൽ അത് തിന്നില്ലപ്പാ, അവള് തിന്നും. ഇനി എല്ലാം കഴിഞ്ഞൊരു 6:30 ആകുമ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളവും കൊടുക്കണം. അതെനിക്കിട്ട് ഉമ്മ വച്ചാർന്ന്. ഓ തളമ്മ. എടാ അതുങ്ങളെ നീ വല്ലതും ചെയ്യൂന്ന് ഓർത്താ നീ മാറി നിൽക്കുക. എടാ നീ ഇവിടെ മാറി നിൽക്കണം. അതെ കരിങ്കോഴിപ്പൂവും കാണിച്ചിറക്കണം ഒക്കെ. വയ്യാത്ത കയ്യാലപ്പണിക്കൊക്കെയാണ് പോണത്. വയ്യാത്ത കയ്യാലപ്പണിക്കൊക്കെ. അതാരെയാ പിടിച്ചതാ? പോയി തീറ്റ തിന്നടി, ഇതിലെ കറങ്ങി നടക്കാതെ. പറഞ്ഞോ
ഇത് എന്നതാടാ അങ്ങനെ കാണിക്കാൻ കൊള്ളാം. അതിനിവിടെ കയറ്റി നിർത്താം. ഇവിടെ നിൽക്കട്ടെ. എന്നാൽ കുഞ്ഞാപ്പൂനൊക്കെ നോക്കണം. കുഞ്ഞാപ്പ് മിറ്റത്തോടെ കറങ്ങി നടക്കുമായിരുന്നു. കഴിഞ്ഞപ്പോൾ കുഞ്ഞാപ്പ് ഉവാവ് മാറിയെന്നും പറഞ്ഞു തീറ്റന്നെ നോടി അടക്കുക. മാറിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുറഞ്ഞു. കാണാൻ ഭംഗിയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനൊരു അലങ്കാര കോഴിപ്പൂവനെ വാങ്ങിയതാണ്. ഇപ്പം അവനിരിക്കുന്നത് ചാണകത്തിൽ ചാടിയതുപോലെ. കൽകം കുഞ്ഞിൻ്റെ സൗണ്ട് കേട്ടോ. കൽകം പൊക്കത്ത് കയറാൻ വേണ്ടി പറക്കാൻ നോക്കണം. എടാ കൽകം പറക്കാൻ നോക്കണടാ. അത് അല്ലാത്ത മറ്റേ ഗിൻ കോഴി എന്ന് പറയണ്ട. അതിൻ്റെ മുകളിൽ കയറി നിൽക്കുക. അതിൻ്റെ ലക്ഷ്യം മോളാ. അഥവാ അങ്ങനെ പറന്നാൽ ചാടി പോവുകയും ചെയ്യും. അതിൻ്റെ ചിറക് ഒന്നോടെ അതിൻ്റെ ചിറക് ഒന്നോടെ കണ്ടിച്ച് വിടണം, അല്ലേ അത് പറക്കും. വെട്ടി വിട്ടതാ. കത്രിക ഇല്ലാതെ ചിറക് കണ്ടിക്കണ എങ്ങനെയാ? നിന്റെ കയ്യിൽ നിന്നെങ്ങാനും പോയാൽ അവസ്ഥ ആലോചിച്ച് നോക്കാം. ഗിനിക്കോഴിയുടെ ചിറക് നമ്മൾ ചെറുതായിട്ടിങ്ങനെ ആ തൂവൽ വെട്ടി വിട്ടാൽ മതി. പിന്നെ ഇതിന് പൊങ്ങി പറക്കാൻ പറ്റത്തില്ലേ. അത് പറക്കാൻ വേണ്ടി നോക്കുന്ന ചിറക് വിടത്തി മോളിൽ കയറാൻ നോക്കണം. വളർന്നു വലുതായി. കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ അത് പറക്കും. പറന്ന് അതിനല്ല പൊക്കത്തേക്കൊക്കെ പോയാൽ ഒരു ഗിനിക്കോഴി പോയിട്ട് ചങ്ങാലേറിയാൻ പിടിച്ച അതിനെ കൊന്നു കളഞ്ഞ. കാല് മാത്രം കിട്ടി, തല കിട്ടിയില്ല. കൊണ്ടുവന്ന് അന്ന് തന്നെ പോയി. ഗിനിക്കോഴി പറക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വളർത്തിയിട്ടുമില്ല. ഇതിന് ഞാൻ തൊട്ടടുത്തൊന്നും കണ്ടിട്ടുമില്ല. ആ പടത്തിലും പിന്നെ അകലെ വല്ലവരുടെയൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് പോകുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളൂ. എടാ വിടരുത് തൊട്ടാടാ, വിടരുതേ. ഞാൻ പോയി കത്രിക എടുത്തോണ്ട് വരാം. പൂവനാണോ പെടയാണോ? ഞാൻ പെരിയാണടി പിന്നെ കളി പിന്നെ പറന്നു പോകുന്നേ. അതിനാ ഈ വെട്ടി വിടുന്നേ. ഇച്ചിരി കാണിച്ചേ, ജസ്റ്റ് ചെറുകൊന്നേ. ഓ നീണ്ട അതിൻ്റെ അഹങ്കാരം ഇപ്പം കാണിച്ചേട്ടോ. വേദന എടുക്കത്തില്ല കേട്ടോ. തൂവലാ വെട്ടുന്നേ, വേദനയൊന്നും എടുക്കത്തില്ലേ. ഇവിടെ മക്കൾക്കേ ഇവിടെ വെട്ടണടാ മോനെ. പപ്പ ഇങ്ങനെ എടുത്ത് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒന്നും വെച്ച് നിലത്തേക്ക് ഇവിടെ തൊട്ടോ പറന്നായി ഇല്ല ഓടും അടിച്ചതായിരുന്നു. ചുണ്ടരി വാവയാണേ. പാലൊന്നും വേണ്ടല്ലേ, കാണിച്ചേ വിഷമിക്കണ്ട കേട്ടോ. നീ എണ്ണങ്ങ് പറഞ്ഞെങ്കിൽ പിന്നെ നിന്റെ വാലും വെട്ടണ്ട, കാലും വെട്ടണ്ട. മാർക്കട വാലും വേണം, തലപൊക്കി നോക്കും. കാലും വെട്ടണ്ട, ഒന്നും വെട്ടണ്ട. എൻ്റെ കൂടെ 2 ദിവസം ഇരുന്നാൽ മതി. ഞാൻ എൻ്റെ രീതി ഇണക്കെടുക്കാം. പട്ടുവോന്നേ കാട്ടുകോഴി പോലെ ഇരിക്കുന്ന നോക്ക്. എൻ്റെ കാട്ടുകോഴി നിങ്ങളൊക്കെ കണ്ടോ? കാണിച്ചിട്ടാവേ. എടാ ഇത് ഇച്ചിരി അവിടെ വെട്ടണപ്പാ. ഇത് കണ്ടോ? ഇതിങ്ങോട്ട് കയറ്റി വെട്ടി. ഞാൻ പിടിച്ചരാ. അതിൻ്റെ താഴേക്ക് വെട്ടിക്കാം. കൈയിട്ട് വെട്ടില്ലേ എൻ്റെ വിട്ടേ. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അവിടെ അല്ല. വിട്ടേ. എടാ തല കാണിക്കടാ. ഹലോ ഇത് അടുത്ത് വരക്കളയണേ. ഞങ്ങൾക്ക് വാലൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറക്കാൻ ചാൻസ് കാണിക്കുന്നുണ്ട്. നമ്മൾ പറക്കൂലോ, നമുക്ക് തിറവുണ്ടല്ലോ പറക്കാൻ. എൻ്റെ പൊണ്ണോ അങ്ങനെയൊന്നും അങ്ങനെ പൊണ്ണുണ്ടോ എൻ്റെ പൊണ്ണോ അങ്ങനെയൊന്നും വന്ന് പോകാൻ പറക്കൂല. ഞങ്ങൾ കൊണ്ടുപോവുക. ഞാനേ 2 ദിവസം അടുപ്പിച്ച് എൻ്റെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ ഇതിനെ ഞാൻ ഇണക്കി എൻ്റെ കയ്യിലാക്കിയേനെ. അപ്പോൾ ഇത് നമുക്ക് തിരിച്ച് കൂട്ടിക്കൊണ്ടിടാം. കത്രിക അവിടെ വെച്ചോളൂ. നമുക്ക് കൂട്ടിലേക്ക് പോകാനുള്ള വഴി ശ്രീഹാളിലേക്കുള്ള വഴി. എടാ വിടരുത് തൊട്ടാടാ. നിന്റെ ബുദ്ധിയല്ല, കാഞ്ഞ ബുദ്ധിയാ പക്ഷിക്ക്. വാ, മൊബൈൽ സ്റ്റാൻഡിൽ വെച്ചാണ് നമ്മൾ വീഡിയോ എടുത്തത്. വീടടിച്ച് വരണം. തൂവലായി. വിടരുതേ കഞ്ഞി വെച്ചിട്ട് കുടിച്ചും ഇല്ല. വിടല്ലേടാ. തുണി ഇല്ലല്ലോ മുകളിലുണ്ടോ? എടാ അത് ഞാൻ ഈ മാക്കൂനോട് പറഞ്ഞ മാക്കു
എടാ നമ്മുടെ പിന്നെ കുഞ്ഞാപ്പൂവിനെ കണ്ടില്ലല്ലോടാ. പോവാ അവനെടുത്തോണ്ട് പോകണം. എടാ കുഞ്ഞാപ്പൂ, ഇവിടെ എന്നാ പരിപാടി? കുഞ്ഞാപ്പൂ ഇരിക്കണം കാണിച്ചത്. ഇതെന്നാ ഇവിടെ പരിപാടി? മഴ പെയ്യുവാ. ഇപ്പം മോനെ കാറ്റും വീശുന്നുണ്ടല്ലോ. മോനെ നമുക്കേ മഴ പെയ്യുന്നു. നമുക്കേ ഈ ചാക്ക് കെട്ടി വെച്ചില്ല. ഈ ചാക്ക് കെട്ടി വെക്കട്ടെ. നീ എടുത്തോ. അപ്പോഴേ മഴ വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ആടിനുള്ള വെള്ളം അതിനകത്തേക്ക് വെക്കുവാണെങ്കിലേ അവരത് മൊത്തം നക്കി വടിച്ച് തിന്നോളും. അതിനകത്ത് പാത്രം ഉണ്ട് ഇപ്പം. ആ പാത്രത്തിനെ 1.5 പാത്രം നീ കൊടുത്തിട്ടുണ്ടോ നേരത്തെ? ആ പപ്പ ഇവനെ കൊണ്ടൊക്കെ ചെയ്യിച്ച് ഇവനെല്ലാം പഠിപ്പിച്ച് വെച്ചേക്കണതാ കേട്ടോ. ഓ മോൻ പൊളിയാണല്ലോ. ആൻസ് മിടുക്കൻ. ഓക്കെ, വാവ്. കണ്ടോ, ഇങ്ങനെ ചെറിയ പിള്ളേരെ ചെറുപ്പത്തിൽ തന്നെ പണി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓ എൻ്റെ കൊച്ചാളെ മിടുക്കനായി പോയല്ലോ. ഇവൻ ഇത്രയും വളർന്നതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ എന്നെടുക്ക. മുഖത്തേക്ക് വലിയ കർഷകൻ. എൻ്റെ കർഷകനാണ് ഇന്ന് പണിയൊക്കെ എടുക്കുന്നത്. എന്നാ ബാ, മഴ വേണതിന് മുമ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ബാ. എന്നാടാ മുട്ട നോക്കിയായിരുന്നോടാ? ഇല്ലേ, അറിയില്ലപ്പാ. ബാ ചേട്ടായിക്ക് വെള്ളം ഒഴിക്കാൻ അറിയാമോ ചേട്ടായി? ഓ കൈ കൊണ്ടങ്ങ് ഇളക്കണം അല്ലേ? ആദ്യം ഞാനാ കൊടുത്തേ. അപ്പുറത്ത് വെക്കണമൊക്കെ ഇച്ചിരി വെള്ളം കൂടുതൽ കൊടുക്കണം. അവിടെ 2 പിള്ളേരും കൂടെ കുടിക്കണ്ടല്ലോ. ഇപ്പുറത്ത് കൊടുക്കണവളെ പിന്നെ തന്നെ കുടിക്കണുള്ളൂ. ചോടെ കൊടുക്കണം അല്ലേ? ആ അത്ര മതിയോ? ഞാൻ കൊടുത്ത വെള്ളം ശരിക്കും കുടിച്ച പിള്ളേർ. ആ ഓക്കെ. പെടച്ചിക്കോ? പെട്ടയ്ക്ക് അവൾക്ക് ഇച്ചിരി അധികം കൊടുക്കണം. അപ്പുറത്തുള്ള വെച്ചാൽ 2 കുഞ്ഞുങ്ങളും കുടിക്കണ്ടല്ലോടാ. ചേട്ടാ എപ്പോൾ വരുമോ ആവോ? അവിടെ ചേട്ടനൊരു ആശുപത്രി കേസിൽ പോയേക്കാണ്. റിലേറ്റീവിനെ പ്രായമായതാണ് കേട്ടോ, തീരെ വയ്യ. അപ്പം ചേട്ടൻ അവിടെ പോയതാണ്. അപ്പം അതിപ്പം ഉടനെ തന്നെ പാവം ഒരായുസ് മൊത്തം ജീവിച്ച് തീർത്തി ലോകത്ത് നിന്ന് പോകാമെന്ന് പറയുമ്പോൾ അല്ലേ? അത് മതിയോ? അത്രയും കൊടുക്കണോടാ? ആണോ? ഓക്കെ, അപ്പോൾ എടുത്തോ. ഒരുത്തിക്ക് ആദ്യം കൊടുക്കാം. വെള്ളം കൊണ്ട് തരാം കേട്ടോ. വേണ്ട ഒരു കുഞ്ഞ് കയറി നിൽക്കുന്ന. വേണ്ട കുത്തണോ നോക്കിക്കാണോ? ആ മാറി കുഞ്ഞിൻ്റെ കുത്തു കൊടുക്കണ അങ്ങോട്ട് എടുത്തിടാ. ആ നിനക്ക് വെള്ളം നാക്ക് തീട്ടുന്നു ഇവളാര്? ആ അതിൻ്റെ കുത്തണോ? ഇടല അവള് ചാടി ഇങ്ങോട്ട് ഇറങ്ങരുത്. ആണ്ട പോണ അത് പൊക്കോട്ടെ, സാരമില്ല. അവളെ അമ്മ ചാടാതിരുന്നത്. അമ്മ ചാടിയാ പിന്നെ ഇച്ചിരി പാടാ കയറ്റിവിടാൻ. എൻ്റെ പൊന്നോ, എന്നാ ഇങ്ങനെയൊക്കെ താടി വരാവോ? അതെ വാതിൽ തുറക്കണ വഴി ഒന്ന് കലക്കി കൊടുക്കണോ? വാ ഓക്കെ. അപ്പം ഇനി അവൾക്ക് അവള് പാത്രത്തിലേക്ക് നോക്കിയിട്ടൊക്കെ കഴുത്തും കൊണ്ടൊക്കെ ആങ്ങി കാണിക്കുന്നുണ്ട്. ആദ്യം ഞാൻ വെള്ളമെല്ലാം കൊടുത്ത്. ഇനി ഇല വേണോടി ശുണ്ടരികളെ? വയറ് നിറഞ്ഞോ? ബാമോനെ. ഓ ഇവിടെയൊക്കെ കയറി ഇരിപ്പുണ്ടായിരുന്നു, ഇത് കണ്ടില്ലല്ലോ. ബാമോനെ. തുറക്കുമ്പോൾ സൂക്ഷിക്കണം, എല്ലാം കൂടെ ഇങ്ങോട്ട് ചാടിയേക്കല്ലേ. ഓക്കെ. വേണ്ടേ ഒന്ന് കലക്കിയിട്ട് അവളെ ഒന്ന് മണപ്പിച്ചാടെ ആ തള്ളയാടിനെ. അവൾക്ക് അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉള്ളത് ഇടയ്ക്ക്. വേണ്ട കയറിപ്പോനും. ഇത് എങ്ങോടാ ഈ തള്ളി കയറി വന്നേ? ഇന്നോടൊന്നും വരില്ല. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നിരോധിത മേഖലയാണ്. ഈ മേഖല വന്ന ഈ ചേച്ചി വെള്ളം കുടിച്ചില്ലേ?
വെള്ളം കുടിക്കുക ചേച്ചി. അയ്യോ ചേച്ചി വാരി തന്നല്ല തിന്നുകൊള്ളാം. തവിടാ പോയി വെള്ളം കുടിക്കുക ചേച്ചി. ചേച്ചി അല്ല തിന്നാൻ വന്നു. നിങ്ങൾ നോക്ക്, അമ്മയുടെ പുറത്ത് കയറാൻ പോകണം. വെള്ളം കുടിക്കണം. അമ്മയുടെ പുറത്ത് ചവിട്ടി എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇതൊക്കെയാണ് കുസൃതി. ഇതേ. ഓ എൻ്റെ പൊന്നോ, നാന കയറട്ടെ അണി എന്നെ നാന കളിപ്പിച്ചാവോ അമ്മേന്ന്. അപ്പോൾ ഇത് മനുഷ്യ പിള്ളേർ മാത്രമൊന്നുമല്ല, ഇത് ആടുകളും കാണിക്കും. നാണൊന്ന് ആന കയറട്ടെ, ആണപ്പുറത്ത് കേട്ടാവോ അമ്മച്ചി, ആണപ്പുറത്ത് കേട്ടാവോ അമ്മച്ചി, അമ്മച്ചി വെള്ളം കുടിക്കാതെ അമ്മച്ചി ഒന്ന് 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 കുഞ്ഞാ ആണപ്പുറത്ത് കയറട്ടെ അമ്മച്ചിന്ന്. ആ ഇവക്ക് കുശുമ്പ, ഇവക്കടെ അമ്മയാണല്ലോ അത്. അവളുടെ ആദ്യത്തെ കന്നിപ്രസവമാണല്ലോ ഇവള്. അപ്പോൾ അവൾ പുതിയ കുഞ്ഞുങ്ങളെ ഓമനിക്കണ കാണുമ്പോൾ ഇവക്ക് ഈ കള്ളിക്ക് കുശുമ്പായി. കള്ളിക്ക് ഇവക്ക് കുഞ്ഞുണ്ട് എന്നിട്ട് പോലും. ഇവളാണെങ്കിൽ ഈ അമ്മയെ വിട്ട ഒരു നേരം പോലും പിരിഞ്ഞിരിക്കത്തില്ല. അമ്മേനെ കണ്ടില്ല അപ്പം കരയുവോള്. അമ്മേന്ന് വിളിച്ചോണ്ട്. കുഞ്ഞിപ്പിള്ളയാണെന്ന വിചാരം. മുതുക്കി എടി പോയി വെള്ളം കുടിക്കടി. ആടെ പോയി വെള്ളം കുടിക്കുക. ഇടി വെള്ളം കുച്ചടി. നിനക്കിനിപ്പോൾ തിന്നാൻ തന്നില്ല. എടാ അത് മാറി കൊടുക്കല്ലേടാ. അയ്യോ ഇതേടാ, അത് അമ്മയുടെ പുറത്ത് തരാൻ നോക്കണം. നോക്കിയടാ ചാട്ടോട് ചാട്ടാടാ. എടാ ഇവളുടെ മോളെ ഏതാടാ? ഇതാണോ വെള്ള അല്ലേ? കടിച്ചോ? ഇടെങ്ങാടാ ഈ പോണേ? ഈ പരിപാടി ഇവിടെ പറ്റൂലല്ലോ. ഈ പരിപാടി പറ്റൂല അമ്മയുടെ കയ്യിൽ നിന്ന് ഇടി വാങ്ങാനായിട്ട്. ഓക്കെ ആ അതിനെ പറ്റിയേ. ഓ അതെന്തോടാ കാല്. ഇവിടെ രണ്ടുപേര് കയറി ഇരിപ്പുണ്ടായിരുന്നു. ഇതന്നെ ഇവിടെ പരിപാടി. ഈ രണ്ടുപേരും കൂടെ ഇവിടെ പരിപാടി തന്നെ. ഇവിടെയാണോ ഉടങ്ങാനായിട്ട് സ്ഥലം കണ്ടുപിടിച്ചേക്കണേ. നല്ല സ്ഥലമാണ്. അവൻ ഓടിക്കളഞ്ഞ് അവൾക്ക് ഓടാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ പോട്ടെ ചേച്ചിന്ന്. ഞങ്ങൾ രണ്ടുപേരും സ്വൈരമായിട്ട് അവിടെ ഇരുന്നതായിരുന്നു ചേച്ചി. ഈ ചേച്ചിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ എന്ന് കേക്ക്. അവൾക്ക് കൊടുത്തേ. അവൾ വെള്ളം കുടിക്കട്ടെ. നിനക്കിനി ഇപ്പം ഇലയും കിളയൊന്നും ഇല്ല. നീ വെള്ളം കുടിക്കണി. ആ അരിയിലേക്ക് വെള്ളം വെച്ചേരടാ. അത്രയും വെള്ളം ഒഴിച്ചിട്ടാണോടാ ഇനി കുടിക്കാത്തേ? ആണോ? അപ്പോൾ ഇനി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. നമ്മുടെ ഇവിടുത്തെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു. ഇനി ഇലയിട്ട് കൊടുക്കണില്ല. കൊടുത്താൽ അവർ വെള്ളം കുടിക്കൂല. ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി ചേട്ടന്മാരും നോക്കിയിരിക്കുക. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. അവർ തീറ്റയൊക്കെ തിന്ന് അവരവരുടെ വിശേഷങ്ങളിലൂടെയൊക്കെ പോട്ടെ. അവർ വീണ്ടും ഇവിടെ വന്ന് കയറി കപ്പിൾസ്. എന്നാടാ? അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.